ഗൈസ് ഇന്ന് നമ്മൾ രാവിലത്തെ സെക്ഷൻ തുടങ്ങാണ് ഗൈസ്. അപ്പോൾ നമുക്ക് രാവിലത്തെ സെക്ഷനിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് രാവിലത്തെ സെക്ഷനിൽ നിന്ന് നമുക്കിപ്പോൾ വാംപ്പ് ചെയ്യണം. അപ്പോൾ പ്രാക്ടീസ് ഞങ്ങൾ നടക്കാണ്. അപ്പോൾ ഇന്ന് ഗൈസ് നമുക്ക് പോവാം. ബൈ. നിങ്ങൾക്ക് ഞാൻ കുറച്ച് മടിയന്മാരെ കാണിച്ചു തരാം ഗൈസ്. വാംപ്പ് എക്സസൈസ് ചെയ്യേണ്ടതിന് വരെ ഇങ്ങനെ വെറുതെ ഇരിക്കണ കുറച്ച് പേരുണ്ട് ഗൈസ്. നോക്കൂ ഗൈസ്. എവിടെ ഞാൻ ഇവരോടൊക്കെ പല ആവർത്തി പറഞ്ഞു ബാ മക്കളെ ചെയ്യാതെ ഒരൊറ്റ എണ്ണം കേൾക്കടില്ല. അപ്പോൾ ഗൈസ് ഞങ്ങൾ പോയി ചെയ്തിട്ട് വരാം.
ഗൈസ് അപ്പോൾ ഞങ്ങൾ ഇത് ഓടിക്കഴിഞ്ഞു, വാമ്പൊക്കെ ചെയ്ത് കഴിഞ്ഞു കേട്ടോ, വാമ്പ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഗൈസ് അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് ഹില്ലാണ് ഞങ്ങളുടെ വർക്കൗട്ട്. അപ്പോൾ ഹില്ല് ചെയ്യാൻ പോവാണ്. വാമ്പൊക്കെ കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ ഓടിയാണ് നിന്നത്, ക്രോസ് കൺട്രി ആണ്. ഇന്നത്തെ ദിവസം ക്രോസ് കൺട്രി ആണ്, പക്ഷെ ഞങ്ങൾ ക്രോസ് കൺട്രി ചെയ്താണ് വന്നത്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഹില്ലോടാൻ വിചാരിച്ചു. അപ്പോൾ ഗൈസ് ഞങ്ങൾ ഇന്ന് ഹില്ലോടാൻ പോവാണ് ഗൈസ്. ബൈ ബൈ. എടാ പോയി ഫോൺ എടുത്തോന്നേ. ഫോണുള്ളതാണ് കഴിക്കണ പോകുമ്പോ ചേട്ടന്മാർ ഓടുമല്ലേ. ഫുൾ ആക്സിലറേഷൻ കൊടുത്തുവാ, ഫുൾ ആക്സിലറേഷൻ കൊടുത്തുവാ. കലേഷൻ ഫുൾ ആക്സിലറേഷൻ സ്പീഡ്. അവിടെ ഒന്ന് നോക്കിയേ, ഞാൻ കലേഷൻ കൂടി പോയിട്ട് നോക്കിയാ അവിടെ വരെ ഓടിക്കും. അവിടെ അത്രയും വേണ്ടടാ. ഞങ്ങളുടെ രണ്ടാമത്തെ സെറ്റ് കഴിഞ്ഞു ഗായ്സ്. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ റെസ്റ്റാണ്, 5 മിനിറ്റ് റെസ്റ്റ്. 5 മിനിറ്റ് റെസ്റ്റിൻ്റെ ഇടയ്ക്ക് കണ്ടൊരു കുട്ടിയാണിത്. ഇവിടെ നന്നായിട്ട് ചെയ്തു കേട്ടോ. മുത്ത് ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇത്ര പേര് ഭയങ്കര അടിപൊളിയായിട്ട് ഈ മറിയാമ്മയുടെ വാക്ക് കേട്ടിട്ട് വെയിലിൻ്റെ വീട്ടിലാണ് വന്നിരിക്കണം. ഒരു കണ്ടു തുറക്കാൻ പറ്റില്ല ഗൈസ്. അപ്പോൾ ഗൈസ് സാറ് വരുന്നുണ്ടെന്ന് തോന്നുന്നു. ബൈ. ശരി. ഉറക്കം വരും, അതിനൊട്ട് ഉറക്കം കിടക്കണല്ലേ. നേരെ വരാന്തേക്ക് കയറിക്കോ, മാറ്റിട്ടോ.
ബെൻഡ് ആകുമ്പോൾ പറ്റുന്ന അത്രയും ഓവർ സ്ട്രെച്ച് ഒന്നും ചെയ്യണ്ട. അവരൊക്കെ അവിടെ വരെ പോകാൻ പറ്റും നോക്കുക. അത്രയും സ്ട്രെച്ച് എടുത്ത് 10 സെക്കൻഡ് നോർമൽ ലിമിറ്റ് വെച്ച് വിടുക. 10 സെക്കൻഡ് എന്ന് പറയുമ്പോൾ ഒരു 5 ഇൻസുലേഷൻ കഴിയണം പ്രോപ്പറായിട്ട്. 5 ഇൻസുലേഷൻ അക്യുലേഷൻ കഴിയണം. ആ കാല് ടോയ്ലറ്റ് പിടിച്ച് ഫിനിഷിങ്. ഇനി വലിയ ഉണ്ടായോ എന്തായാലും ഇരുന്നിട്ട് 10 സെക്കൻഡ് കഴിയല്ലോ. വീണ്ടും മാർച്ച് 10 അറിയോ സൂപ്പർ വേണമെങ്കിൽ ഉദ്ദേശിച്ചോ. കണ്ടത് 2 കിലോ പിടിച്ച് കണ്ടേ തല കുഞ്ഞിട്ടെ ഞാനൊന്ന് ചവിട്ടി കാല് ഓപ്പൺ ഹാർട്ട് കാല് നൈല ഓപ്പൺ ചെയ്തിട്ട് എന്താ ഹാർട്ട് ബെൻഡ് ചെയ്ത് റീച്ച് ചെയ്തോ ബാക്കിൽ എത്തട്ടെ കൈ എത്തട്ടെ തല മുട്ടലേക്ക് എത്തട്ടെ ഒരു 30 ചെയ്തോ എത്തട്ടെ സ്പീഡിൽ ചെയ്തോ തിരിയടി മതിയേ തിരിയ ബാക്കോട്ട് ഇതിൻ്റെ കലക്ഷൻ കാണാം. എന്നിട്ട് അവിടെ നിന്ന് പോവാം. അവിടെ നിന്ന് അപ്പുറം കൂടി സ്വിങ് ചെയ്ത് പോവാം. അപ്പുറത്തെ വെയിറ്റ് ഇട്ട് കൊടുത്തു അപ്പം ഇഞ്ചിട്ട് ബാക്കിൽ നിന്നാണ് നിന്നെ കണ്ടേ സാറിനെ അങ്ങനെ കണ്ടേ. സാറിനെ അഞ്ച് ഏൽപ്പിക്കാനുള്ളതായിട്ടോ വേഗം ചെയ്തോ. 400 അഞ്ച് ചെയ്യാനുള്ളതാ. ഒരു 30 ചെയ്തോ. 30 തിരിഞ്ഞ മരം കാണാൻ പറയാമേ. ബാക്കിൽ കാണാൻ മരം അവിടുന്ന് എഴുന്നിട്ട് പോവാ കൂടി. അങ്ങനെ അത് തന്നെ എവിടെ തിരിയൂലേ. എത്തിക്കടങ്ങട് 30 അങ്ങനത്തെ അതറിയോ സ്വന്തല്ലേ വെള്ളത്തിലോ. തിരിഞ്ഞ് എറിയും കൂടിയത് ആ കൈയ്യൊക്കെ ബലം പിടിക്കുന്നത് വളരെ ബലം പിടിക്കുന്നത് ബാക്കോട്ട് കൊടുത്തത് അങ്ങനെ കൊടുക്കുക. ഒരു ഫ്ലോന് ചെയ്യും. ഒരു ഫ്ലോന് കാരണം അവിടെ ഇവിടെ തിങ്ങി തങ്ങി വന്നതാണ്. മൊത്തം കാലഘട്ടത്തില്ല ഇതിൽ സാന്ദ്രയും പുസ്തകം എന്നാ കാലത്തിന് അതിനെ കാലത്തിന് തുറന്നു വയ്ക്കാണ്. മിനിമം ഒരു 30 ചെയ്യാൻ തോന്നുന്നു. സുമേഷ തിരിയാതെ ഭയങ്കര ആയിക്കോട്ടെ പറഞ്ഞോണ്ട് ചെയ്യും. ഓക്കെ അങ്ങനെ പേരൊന്നും ബാക്കിക്കൊണ്ട് ഓടിക്കണോ കാലൊന്നും ചേർത്തിട്ട് കാലോടേക്ക് യൂട്ടിലോടെ ഇരിക്കട്ടെ.
സിംഗിളിലേക്ക് ഹോൾഡ് ചെയ്തോ, സിംഗിളിലേക്ക് ഹോൾഡ് ചെയ്തോ, സിംഗിളാക്കി അത് നോക്കിയിട്ട് സീറ്റിൻ്റെ അടിയ രണ്ടുപേരും നോക്കിച്ചോ, അതിൻ്റെ നോക്കിയിട്ടോ തല നോക്കിയിട്ടോ ഹോൾഡ് ചെയ്തോ. രണ്ട് ഗോവിനെ പ്രസ് ചെയ്ത് സൈസ് ഔട്ടറിലേക്ക് അവിടെ പിടിക്കും, കാലിൻ്റെ ഫ്രണ്ടിൽ പിടിക്കുക, രണ്ട് കാല് പ്രസ് ചെയ്യും. ഓക്കെ, കമന്ന് തന്നെ അബ്ഡമന് കിട്ടാൻ പാകത്തിന് ഇട്ട് കൊടുത്തു, വയറാകത്തേക്ക് ഇട്ട് കൊടുത്തു. ഇനി അവൻ താഴെ തന്നെ വീണ്ടും ഒന്ന് പൊന്തിക്കും, ഹൈപ്പർ സ്വിച്ച് ഒന്ന് പൊന്തിക്കും, ബട്ടക്സ് പൊന്തിച്ച് കാലിൻ്റെ ടോപ്പ് നിലത്ത് കൂട്ടിയിട്ട് ഇപ്പോൾ കൊണ്ടിട്ട് പർവ്വതാസനം പോലെ മേലേക്ക് കൊണ്ടിട്ട് മുട്ട് വളയ്ക്കാണ്ട് മേലേക്ക് കൊണ്ടിട്ട് മുട്ട് വളയ്ക്കാണ്ട് മേലേക്ക് കൊണ്ടിട്ട് ഇനി പതുക്കെ കൈ ഡ്രാഗിക്കുന്ന ബാക്കിലേക്ക് കൊണ്ടുവന്നേ. ഉണ്ടാവും കൈ നേരത്തെ മുട്ട് വളയില്ലേ, കാലിൽ മുട്ട് വളയാണ്ട് നേരെ ഇരിക്കുക. അവിടെ കാലിൽ ടോപ്പിൽ പിടിച്ച് നിന്നോ, കാലിൽ മുട്ട് വളയാന്ന് പറയാൻ വേണം. അതിലൊക്കെ അത് ബ്രീത്ത് എക്സൈസ് ഒന്ന് നേരെ വേണ്ടി കൈ ഇങ്ങനെ കൊണ്ടിട്ട് ചെവിയെടുത്തേക്ക് ഒരു ബൈസെപ്സ് ഉണ്ടോ ഇങ്ങനെയുള്ളേക്ക് നല്ലൊരു എക്സലേഷൻ കൊണ്ടിട്ട് കൈ വൈകിട്ട് ഇങ്ങനെ ശരീരം കൊണ്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കാലിൽ ഭയങ്കര സ്ലീവിലേക്ക് ബോഡിയുടെ ടെസ്റ്റിലേക്ക് കാലിൻ്റെ ടോയിൽ കൊണ്ടുവരാം. ഇത് രണ്ട് കാലം ഹോൾഡ് ചെയ്യും, ഡൈനാമിക് അല്ല സ്റ്റാറ്റിക്കായിട്ട്. അവിടെ ഹോൾഡ് ചെയ്യും, അവിടെ നിൽക്കവിടെ കാലിൻ്റെ ടോയിൽ പൊതി നിൽക്കും. രണ്ട് കാലം ചെയ്തോ ഓക്കെ. ബാക്കിന് ആംഗിൾ ഹോൾഡ് ചെയ്തോ, ബാക്കിൽ സ്ട്രെച്ച് ചെയ്യും, താഴെ നിൽക്കുക കൈ ഒഴിവാണേ. അതൊക്കെ താഴെ പോയി ടച്ച് ചെയ്ത് അവിടെ ഹോൾഡ് ചെയ്തിട്ട് കാലിൽ കോട്ടൺ സെറ്റ്സിൽ പ്രോപ്പറായിട്ട് സ്ട്രെച്ച് കിട്ടുന്നത് കൺഫേം ചെയ്യുക. ഔട്ടർ പോകുന്നത് കാല് പ്രോപ്പർ സ്ട്രെച്ച് ഫീൽഡിൽ കൊണ്ടുപോകാം. നിങ്ങൾ എടുക്കണൊക്കെ സാധനം ഞാൻ യൂട്യൂബിൽ ഇടും കേട്ടോ. പ്രോപ്പർ കറക്റ്റിൽ നാട്ടുകാരൊക്കെ കാണും. ഉമേഷ കാല് ബാക്കിലേക്ക് സ്ട്രെച്ച് ചെയ്ത് വിടുക, അകത്ത് എന്നിട്ട് കാലകത്തറാ ഉമേഷ് ഈ കാലിങ്ങനെ ഇങ്ങനെ അകത്ത് എന്നിട്ട് സ്ട്രെച്ച് ചെയ്യും. എന്നാലല്ലേ കോട്ടൺ സ്ട്രെച്ച് ആവുള്ളൂ. രണ്ട് തരത്തിലോ കാലഘട്ടത്തിൽ ഡ്രോയിങ് സെറ്റ് ചെയ്ത് ഇങ്ങനെയാണോ? എങ്ങനെ ചെയ്തോ എങ്ങനെ ചെയ്തോ എങ്ങനെ ചെയ്തോ ഡ്രോയിങ് സെറ്റ് ആയാൽ മതി. ഡ്രോയിങ് സെറ്റ് എടുക്കുന്നതുകൊണ്ട് കൈകളിൽ എൻജോയ് ചെയ്യുന്ന അപ്പം കുറച്ച് ഡ്രോയിങ് സെറ്റ് ആവും. നേരെ
ഹോൾഡ് ചെയ്യും. അങ്ങനെയല്ല മതി, അങ്ങനെ ചെയ്യാം. നെറ്റിരിക്കണ കാര്യം കൊടുക്കുക അയക്കുന്നുണ്ട്. അത് കൊടുക്കുന്ന നമ്മൾ വീട്ടിൽ പോയി ചെയ്തു. രണ്ട് സൈഡും ചെയ്തോളാ, രണ്ട് സൈഡും ചെയ്തോ. അറിയാമോ ഞങ്ങൾ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണ്ട. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു അരമണിക്കൂറോളം ജോലി ചെയ്തോ. ഇനി ഒരു 6 മണി കൂടെ പോരെ, 6 മണി വേണ്ട, ഒരു 6:15 പോരെ. അതൊരു 6:30 ജോലി ചെയ്തോ. അപ്പോഴേക്ക് ഞങ്ങൾ എത്തും കേട്ടോ. പ്രത്യേകം പേടിണ്ടോ? ഇവിടെ വരാൻ ചെയ്താൽ മതി. ഇവിടെ ക്യാമറ സൈഡ് ഫ്രണ്ട് ലെൻസ് തന്നെ അത് വെച്ചെന്നെ ആ സൈഡ് ഫ്രണ്ടിലേക്ക് വെച്ച് ഞങ്ങൾ ആ ലെൻസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് കാലാവസ്ഥ കഴിയില്ലേ. അനുചിയുടെ മിസ്റ്റേക്കാ. ഈ ഓണ്ട് തോലയും പോകില്ല. അനി കുറച്ച് കാലാവസ്ഥ താഴെ പോകില്ലായിരിക്കും. ആ നിങ്ങൾ കാണിക്കുന്ന വലിയതൊക്കെ ഞാൻ യൂട്യൂബിൽ കേട്ടോ. അപ്പോഴോട് കാട്ടുന്നതിലേക്ക് വരി തള്ള് തള്ള് അവിടെ അതാണ് പോസ്റ്റ്. അതായത് ഹിപ്പിന്റെ ലൈനിൽ നിൽക്കണം പോയിക്കോളൂ. എന്നാലും കുറച്ച് പ്രോപ്പർട്ടി കാലൊക്കെ ഉണ്ടാവും. ആ തല നല്ല പിടിക്കില്ല, തല പിടിക്കുക. രണ്ട് സെറ്റ് ചെയ്താ ഗായ്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വർക്കൗട്ട് കഴിഞ്ഞു ഗായ്സ്. അപ്പം ഇന്ന് എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഞങ്ങൾ ഹില്ല് ഓടി, പിന്നെന്താ പറഞ്ഞത് മൊബിലിറ്റി ചെയ്തു. അപ്പോഴേക്കും ആൾക്കാരൊക്കെ ആവശ്യതയായി. എനിക്ക് കുഴപ്പമില്ല കേട്ടോ ഗായ്സ്, ഞാൻ കുറച്ച് ഉഷാറായിട്ടല്ല ജില്ലായിട്ടിരിക്കുകയാണ്. ഇനി എന്ത് വേണം ചെയ്യാനായിട്ട് റെഡി ആയിട്ട് കാണുക. അപ്പോൾ ഗായ്സ് കണ്ടോ ഗായ്സ്, എല്ലാവരും നല്ല ഉഷാറിലല്ല ഇരിക്കണം, എല്ലാവരും ഉറക്കത്തിലാണ് ഗായ്സ്. കണ്ടോ അറിയാമെന്നൊക്കെ ഭയങ്കര ഇതിലാണ്. അപ്പോൾ ഇന്നത്തെ ഇത്രയുള്ളൂ. ബൈ.